ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിനെതിരെ ബലാത്സംഗ കേസ് പൂജയുടെ ഭാഗമായി ഗന്ധർവൻ ചെയ്യുന്നത് എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു സുഹൃത്തിന്റെ അമ്മയെ പീഡിപ്പിച്ചത്. 2016 ശേഷം പലതവണ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, ഈ നിതീഷിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ബലാത്സംഗ കേസും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, തീർച്ചയായും ഇപ്പോൾ നിതീഷിനെതിരെ വലിയ കേസുകൾ ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇരട്ട കൊലപാതകം കൂടാതെ ഈ സുഹൃത്തിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതി കഴിഞ്ഞ ദിവസമാണ് പോലീസിനെ ലഭിച്ചത്. ഇത് സംബന്ധിച്ച് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിജീവിതരെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2016 കാലഘട്ടം മുതൽ പലതവണ നിതീഷ് ഈ സുഹൃത്തിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഗന്ധർവൻ ചെയ്തതാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം സംബന്ധിച്ചാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ നിതീഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. നിതീഷും വിഷ്ണുവിനെയും കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച് പ്രത്യേകിച്ചും വിജയന്റെ മരണം സംഭവിച്ച വീട്ടിലും ഒപ്പം ഇവർ മണലും മറ്റ് സാധനങ്ങളും ഒക്കെ ശേഖരിച്ച സ്ഥലങ്ങളിലുമൊക്കെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നിതീഷിന്റെ ഒരു നോവലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് നിതീഷ് ഈ മഹാമാന്ത്രികം എന്ന പേരിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു നോവൽ എഴുതുകയും അത് യഥാർത്ഥ സംഭവങ്ങളുമായി കൂട്ടി വായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിതീഷ് ഈ നോവലിലും പ്രതിപാദിച്ചിരിക്കുന്നത്. ആഭിചാര ക്രിയകളും മറ്റു കാര്യങ്ങളുമൊക്കെ കൊണ്ടു നടന്നതാണ് ഈ നോവലും. അതിനകത്തും ആ നോവലിലും പകപോക്കലും ഒക്കെ വിശദീകരിച്ചിട്ടുള്ള എന്തായാലും വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ് കട്ടപ്പന ഇരട്ട കൊലപാതക കേസ്. പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. അഭിലാഷ്, ഒപ്പം പ്രിൻസ്, ഇതിപ്പോൾ ഈ 2016 മുതൽ പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്നാണല്ലോ. ഇപ്പോഴാണോ ഇത് സംബന്ധിച്ചൊരു പരാതി ലഭ്യമായിട്ടുള്ളത്? തീർച്ചയായും ഈ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ കേസിലും പരാതി ഉണ്ടാകുന്നത്. എന്തായാലും പോലീസ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിതീഷ് എഴുത്തുകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നോവലുകൾക്ക് നിരവധി വായനക്കാർ കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നിതീഷ് നിസാരക്കാരനല്ല, ഇത്തരത്തിൽ പൂജയുടെ മറവിലൊക്കെ അമ്മയുടെ സുഹൃത്തിനെ പോലും പീഡിപ്പിച്ച പ്രതി കൂടിയാണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. അതേസമയം